അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅഫ്ളലുസ് സ്വലാത്തി വഅതമ്മുത് തസ്ലീമി അലൽ മബ്ഊസി റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ സാറ അലാ ഹദിയിഹി ഇലാ യൗമിദ്ദീനി അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, സർവശക്തനായ അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ചേർക്കട്ടെ. മനുഷ്യ ജീവിതത്തിൽ, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടാവേണ്ട ഒരു പ്രധാന ആവശ്യമാണ് അറിവ് എന്നുള്ളത്. ദീനീ വിജ്ഞാന രംഗത്ത് ഏറെ സമ്പാദിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം സ്ഥാപനങ്ങൾ, പണ്ഡിത വിദ്യാർത്ഥികൾ, പണ്ഡിതോചിതമായ ചർച്ചകൾ, കാലത്തിനനുസൃതമായി അത്തരം കാര്യങ്ങളിലുള്ള ഒരു പുരോഗമനം ഇസ്ലാമിക സമൂഹം എമ്പാടും കൈവരിച്ചിട്ടുണ്ട്. എങ്കിലും എല്ലായിടത്തും ഇത് സുലഭമായി കാണുമ്പോൾ അറിവിന്റെ മഹത്വം കുറഞ്ഞു കാണുന്ന പോലെ അനുഭവപ്പെടാറുമുണ്ട്. എല്ലായിടത്തും ഉണ്ട് അതിന്റെ ഒരു മഹത്വം. കൂടെ കൂടെ ഇത് കാണലും കേൾക്കലും ഒക്കെ ആയതുകൊണ്ട് അറിവും അറിവുള്ളവരും ഒരു സാധാരണ അവസ്ഥയിലേക്ക് പരിഗണിക്കപ്പെട്ടു പോകുന്ന രീതി സമൂഹത്തിൽ കാണപ്പെടുന്നു. രണ്ട് തലത്തിലാണ് ഇതിനെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. സമൂഹം അങ്ങനെ വിലയിരുത്തുന്നു അറിവിനെയും അറിവുള്ള ആളുകളെയും അറിവിന്റെ തലങ്ങളെയും. രണ്ടാമത്, അറിവുള്ളവർ പഴയകാലത്തെ അറിവുള്ള ആളുകളെ പോലെയുള്ള ഒരു ക്വാളിറ്റിയിലേക്ക് വരുന്നില്ല എന്നതും അതിന്റെ കൂടെ തന്നെ ചർച്ചയാണ്. മഹാന്മാരായ പൂർവികരായ നമ്മുടെ പണ്ഡിതന്മാരുടെ ആജ്ഞാശക്തി, മഹാനായ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാനവറുകളെ കുറിച്ചും ശംസുൽ ഉലമയെ കുറിച്ചും ഒക്കെ ചരിത്രം പഠിക്കുമ്പോൾ അവരുടെയൊക്കെ ഒരു ആജ്ഞാശക്തിയും അവരുടെ എല്ലാം ഒരു നേതൃത്വ വൈഭവവും അവരുടെ അറിവിന്റെ ആഴം എത്രയെന്ന് ബോധ്യപ്പെടുത്തി തരുന്ന ചരിത്രങ്ങളും എല്ലാം നമ്മുടെ മുന്നിൽ ഒരു വലിയ അത്ഭുതം പോലെ നിൽക്കുക. അറിവിനും അറിവുള്ളവനും നമ്മുടെ സമൂഹം വലിയ പരിഗണന തന്നെയാ നൽകിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഖുർആൻ മനുഷ്യ ചരിത്രത്തെ കുറിച്ച് പറയുന്നിടത്ത് അറിവിന്റെ ചർച്ചയല്ലേ പറഞ്ഞിട്ടുള്ളത്? മനുഷ്യൻ ഇൽമുമായി ബന്ധപ്പെടുന്നത് അവന്റെ പിറവി മുതലാണ്. ഏത് പിറവി? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനം മുതൽക്ക്, ആദം നബിയുടെ സൃഷ്ടിപ്പ് മുതൽക്ക്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല വളരെ വിശാലമായി കൊണ്ടുവരുന്ന ഒരു ചർച്ചയാണ് സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിന്റെ നേരത്തുള്ള മലക്കുകളുമായിട്ടുള്ള അല്ലെങ്കിൽ ഇബ്ലീസുമായിട്ടുള്ള നീണ്ടുകിടക്കുന്ന സംവാദങ്ങൾ. അവിടെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദിന് വിസമ്മതിക്കുന്ന, ആദം നബിയെ ആദരിച്ചുകൊണ്ട് ചെയ്യേണ്ട സുജൂദിന് വിസമ്മതിക്കുന്ന ഇബ്ലീസിന്റെ മുന്നിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ആദരിക്കുന്നത് അറിവ് എന്ന് പറയുന്ന ഒരു മഹത്തരമായ ഗുണം കൊണ്ടാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, സർവ വസ്തുനാമങ്ങളും ആദം നബിക്ക് പഠിപ്പിച്ചു. ഒരു സബ്ജക്റ്റ് വസ്തുനാമം എന്നുള്ളതായിരുന്നു. വസ്തുനാമങ്ങൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു പഠിപ്പിച്ചു. ആദം നബിയോട് മലക്കുകൾക്ക് അറിവില്ലാത്ത വസ്തുനാമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു. അംബിഉഹും ബി അസ്മാഇഹിം. ആദം അലൈഹിസ്സലാം മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. മലക്കുകൾക്ക് നേരത്തെ ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിൽ മറുപടി പറയാൻ കഴിയാത്ത കാര്യങ്ങളിലുള്ള പഠിപ്പിക്കലാണ് അവിടെ നടന്നിട്ടുള്ളത്. തഅല്ലുമും തഅലീമും തഅലീമും ഉണ്ടാവുകയാണ് അവിടെ. പഠനം, പഠിപ്പിക്കൽ, പഠിപ്പിച്ചു തന്ന ആളെ തഅലീം ചെയ്യുന്നു. ആ തഅലീം ആണ് സുജൂദ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ സുജൂദ് അല്ലാഹുവിനും അതിലൂടെ ഉള്ള ഒരു ആദരവ് സയ്യിദുനാ ആദം അലൈഹിസ്സലാമിന്.
ഏതുപോലെന്ന് ചോദിച്ചാൽ കഅബ നമ്മൾ തവാഫ് ചെയ്യുന്നു. തവാഫ് എന്ന ആരാധന അള്ളാഹുവിനും തവാഫിലൂടെ കഅബയെ ആദരിക്കുകയുമാണ്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, ശറഫ ആദമ ബിഫളീലത്തിൽ ഇൽം, തഫ്സീറുൽ ബഹ്റുൽ മുഹീത്ത് ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. ഇൽമിന്റെ മഹത്വം കൊണ്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ആദരിച്ചു. പിന്നെയോ വജഅലഹു മുഅല്ലിമൻ ലിൽ മലായിക, മലക്കുകൾക്ക് മുഅല്ലിമാക്കി. മഹാനായ മുഫസ്സിർ വീണ്ടും രേഖപ്പെടുത്തുന്നതായി കാണാം തഫ്സീറുൽ ബഹ്റുൽ മുഹീത്ത്, വജഅലഹു കൽ കഅബ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു കഅബ പോലെയാക്കി. സുജൂദ് അല്ലാഹുവിനും, സുജൂദ് എന്ന ആ സമർപ്പണത്തിന്റെ ഏറ്റവും വലിയ ആരാധനയായ സുജൂദ് ആദം നബിയുടെ മുന്നിൽ വെച്ച് അള്ളാഹുവിങ്കൽ സമർപ്പിക്കുമ്പോൾ ആദം നബിയെ ആദരിക്കലുമാണ് എന്ന രീതിയിൽ കഅബ പോലെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. ഏതായാലും അറിവിന്റെ ഒരു മഹത്വം, മനുഷ്യർ നല്ലവരാണ് എന്നുള്ള, ഏറ്റവും നല്ലവരാണ് എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തിയത് അറിവിന്റെ മഹത്വം കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. ഈ സംഭവത്തിന്റെ മുന്നേ മലക്കുകളുടെ മുന്നിൽ അള്ളാഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാൻ ഭൂമിയിലേക്ക് എന്റെ പ്രതിനിധിയെ അയക്കട്ടെ എന്ന്. മലക്കുകളുടെ അഭിപ്രായം, എന്തിനാണ് റബ്ബേ ഭൂമിയിൽ രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന മനുഷ്യവർഗത്തെ നീ അയക്കുന്നത്? ഒരു സാധാരണ ചോദ്യമല്ല മലക്കുകൾ തിരിച്ചു ചോദിച്ചത്. മനുഷ്യന്റെ സത്തയെക്കുറിച്ച് അറിയാവുന്ന അറിവിൽ നിന്ന് തന്നെയുള്ള ചോദ്യമാണ്. മനുഷ്യന്റെ അടിസ്ഥാനം വളരെ മോശമാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യന്റെ ബേസ് പരാജയത്തിലേക്ക് പോകാനുള്ള കാരണങ്ങൾ തേടുന്നവനാ മനുഷ്യൻ. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, നന്ദികേട് മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമാണ്. മനുഷ്യന്റെ ബേസ് മോശമാണ്. അത്തജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിഖു ദിമാ, രക്തച്ചൊരിച്ചൽ മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമാണ്. ഒരു മൃഗീയമായ അവസ്ഥ മനുഷ്യനിൽ ഉണ്ട്. മനുഷ്യൻ എന്നതിന്റെ നിർവചനം തന്നെ ഹയവാനുൻ നാത്തിഖ് എന്നാണ് മന്തിക്കിന്റെ കിതാബിൽ പറയാം. ഹയവാനുൻ നാത്തിഖ്, സംസാരിക്കുന്ന ജീവി, ഹയവാൻ മൃഗം എന്നൊക്കെ പറയാം. സംസാരിക്കുന്നു എന്ന പ്രത്യേകതയുള്ളൂ. അടിസ്ഥാനം ഒരു മൃഗീയത ഉള്ളതാണ്. പക്ഷേ സംസ്കരിക്കപ്പെട്ട മനുഷ്യനെ അള്ളാഹു അവതരിപ്പിച്ചു അവിടെ. ആ സംസ്കരിക്കപ്പെട്ട മനുഷ്യൻ സയ്യിദുന ആദം അലൈഹിസ്സലാം. എന്തുകൊണ്ട് അള്ളാഹു സംസ്കരിച്ചു? ഇൽമു കൊണ്ട് സംസ്കരിച്ചു. ഇൽമു കൊണ്ടുള്ള സംസ്കരണം കിട്ടിയ മനുഷ്യൻ മലക്കിന്റെ മുകളിൽ എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലായത്? മഹാന്മാരായ മലക്കുകൾ മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാം. ഇൽമു കൊണ്ട് സംസ്കരിക്കപ്പെട്ട മനുഷ്യൻ നന്നായാൽ മലക്കിനേക്കാൾ നന്നായി എന്ന് പറയപ്പെടുന്ന ആപ്തവാക്യം ഇങ്ങനെയല്ലേ? അല്ലെങ്കിലും മനുഷ്യൻ നന്നായാൽ മലക്കിങ്ങട്ട് വരലാണ്, മലക്കിന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകണ്ടല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. ഇത് സാധാരണ മുഅ്മിനീങ്ങളെ കുറിച്ച് ഈ ആയത്തിൽ പറഞ്ഞത്. അല്ലാഹു റബ്ബാണെന്ന് വിശ്വസിച്ച് ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്ക് വരും എന്നല്ല പറഞ്ഞത്, മലക്ക് വന്നുകൊണ്ടേയിരിക്കും. മലക്ക് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കറിയുമോ, മഹാന്മാരായ സ്വഹാബത്തിൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. ഐഷ റളിയല്ലാഹു അൻഹയ്ക്കും ഖദീജ റളിയല്ലാഹു അൻഹയ്ക്കും വഹീന്റെ ആരവങ്ങൾ അറിയാമായിരുന്നു.
പ്രവാചക പത്നിയോട് ഞാൻ അസ്സലാമു അലൈക്കും അറിയിക്കുന്നു നബിയേ എന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം സലാം പറയും മലക്ക്. സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ. ലൈലത്തുൽ ഖദറിന്റെ ഏറ്റവും വലിയ വിശേഷം മഹാന്മാരായ മലക്ക് സലാം പറയലല്ലേ. മഹാന്മാരായ മലക്കുകൾ മനുഷ്യൻ നന്നായാൽ മനുഷ്യന്റെ സമീപം വരും. മഹാന്മാരായ അമ്പിയാക്കളുടെ അടുക്കൽ ഇടയ്ക്കിടയ്ക്ക് മഹാനായ ഇസ്രായീൽ അലൈഹിസ്സലാം വരലുണ്ടായിരുന്നു. ദാവൂദ് നബിയുടെ അടുക്കൽ വരുമായിരുന്നു. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അങ്ങ് എന്തിനു വന്നതാ? അം കുന്ത ഖാബിള അം കുന്ത സൈറാ. കാണാൻ വന്നതാണോ, എന്നെ സിയാറത്ത് ചെയ്യാൻ വന്നതാണോ, റൂഹ് പിടിക്കാൻ വന്നതാണോ? മിക്കവാറും ഇസ്രായീൽ പറയാ, നബിയേ ഞാൻ അങ്ങയെ സിയാറത്തിന് വന്നതാ. ഒരു നബി എന്ന് പറഞ്ഞാൽ തികഞ്ഞ ആലിമല്ലേ നബിയെ കാണാൻ വരിക. മഹാന്മാരായ അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ പ്രത്യേകത അതാണ്. ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നത് കാണാം. സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഖലീൽ പദവി ഉണ്ടെന്ന് പറയാൻ ഇറങ്ങി വന്ന മഹാൻ സയ്യിദുനാ ഇസ്രായീൽ അലൈഹിസ്സലാം. മലക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമെന്നത് സാധാരണ മുഅ്മിനിന്റെ അവസ്ഥയാ. കൺകൂടവട്ടത്തിൽ നിന്റെ മുരീദുകൾ സ്വർഗത്തിൽ പോമെന്ന് അല്ലാഹ് കൊടുത്തോവർ, നരകത്തിൽ നിന്റെ മുരീദാരും ഇല്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. മലക്കിൽ നിന്നും നിർദ്ദേശങ്ങൾ കിട്ടും. മലക്കുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഖാലത്തുൽ മലായികതു യാ മറിയം ഇന്നല്ലാഹു അസ്തഫാകി. മറിയം റളിയല്ലാഹു അൻഹയുടെ നേരെ നിന്ന് സംസാരിച്ചു സയ്യിദുനാ ജിബ്രീൽ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയം റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, മറിയമേ നിന്നെ അല്ലാഹ് തെരഞ്ഞെടുത്തു. മറിയമേ സർവ സ്ത്രീകളുടെയും നേതാവായി അല്ലാഹു നിന്നെ തെരഞ്ഞെടുത്തു. മറിയമേ. മറിയം റളിയല്ലാഹു അൻഹയോട് നേരെ നിന്നുകൊണ്ട് പറയാണ്. മറിയം റളിയല്ലാഹു അൻഹ ഒരിക്കലും ഒരു നബിയല്ലല്ലോ. വഹീ പറയേണ്ട ജിബ്രീൽ വന്നുകൊണ്ട് പറയുമോ, എടോ നമ്മൾ മരിക്കാൻ നേരം സ്വർഗാവകാശിയായാണ് മരിക്കുന്നത് എങ്കിൽ ഇസ്രായീൽ റൂഹ് പിടിക്കുന്നതിന് മുന്നേ സ്വർഗത്തിന്റെ സന്തോഷം പറയാൻ ഇസ്രായീൽ റൂഹ് പിടിക്കുന്നതിന് മുന്നേ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ട് ആ സുവിശേഷം പറയുന്ന മഹാൻ സയ്യിദുനാ മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. മനുഷ്യരോട് ഏറെ ബന്ധമുള്ളവരാ മലക്കുകൾ. സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സുന്ദരനായിരുന്നു മഹാനായ ദിഹിയത്തുൽ ഖൽബി റളിയല്ലാഹു അൻഹു. ജാഹിലിയ്യ കാലഘട്ടത്തിൽ കുത്തഴിഞ്ഞ ജീവിതം, ജഹാലത്തിന്റെ സർവ്വതത്വവും ജീവിതത്തിന്റെ ഭാഗമാക്കിയ മഹാനായിരുന്നു ദിഹിയത്തുൽ ഖൽബി റളിയല്ലാഹു അൻഹു. പെണ്ണ് പിറന്നാൽ കുഴിച്ചു മൂടണമെന്ന അറബികളുടെ കാട്ടുനിയമത്തെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിജ്ഞയായി കൊണ്ടു നടന്ന ആളാ ദിഹിയത്തുൽ ഖൽബി. 7 പെൺമക്കളെ കുഴിച്ചുമൂടി. 8ാമത്തവളെയും കുഴിച്ചുമൂടുന്ന രംഗം ഹബീബിന്റെ മുന്നിൽ വന്ന് പറയുമ്പോൾ പുന്നാരപ്പൂമാന്റെ അശ്രുക്കൾ പൊഴിഞ്ഞു വീണത് സ്വഹാബികൾ കണ്ടു നിന്നു. അത്ര വലിയ ക്രൂരമായ സ്വഭാവത്തിലേക്ക് വഴിവെച്ച ജാഹിലിയ്യത്തിന്റെ തത്വങ്ങളെ മുഴുവനും ജീവിതത്തിന്റെ ഭാഗമാക്കിയ ദിഹിയത്തുൽ ഖൽബി റളിയല്ലാഹു അൻഹു തൗബ സ്വീകരിക്കുകയാ. മഹാനുഭാവൻ പശ്ചാത്താപത്തിന്റെ മാർഗത്തിലേക്ക് വരികയാ. ആ മഹാന്റെ രൂപം വല്ലാത്ത ഭംഗിയായിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. എത്രത്തോളം ദിഹിയത്തുൽ ഖൽബി എന്ന് പറയുന്ന സ്വഹാബി നടന്നു പോകുന്നത് കാണുവാൻ വേണ്ടി വഴിയരികിൽ അറബി സ്ത്രീകൾ പതിയിരിക്കുമായിരുന്നു. ആ മനുഷ്യന്റെ രൂപത്തെ ഒന്ന് കാണാൻ.
ആര് കണ്ടാലും ഒന്ന് നോക്കും. ദിഹിയത്തുൽ ഖൽബി മുടിചീകി വെച്ചിരിക്കുന്നതിനെ പറ്റി ചരിത്ര ഗ്രന്ഥത്തിൽ കാണാം. മഞ്ഞു കണങ്ങളിലേക്ക് വെളിച്ചം വീശിയ പോലെ, മഞ്ഞു കണങ്ങളിലേക്ക് സൂര്യകിരണം അടിച്ച പോലെ, നല്ല കറുപ്പുള്ള മുടി. നമ്മൾ കറുപ്പിച്ച പോലെയല്ലാതെ ദിഹിയത്തുൽ ഖൽബി റളിയല്ലാഹു അൻഹുവിന് ജന്മസിദ്ധമായ നല്ല കറുപ്പും നല്ല തിളക്കവുമുള്ള മുടി. അതൊരൽപ്പം നീട്ടി വളർത്തി അതങ്ങ് ഒതുങ്ങിയിരിക്കുന്നു. ചീകാതെയും ചീകിയ പോലെ. അതിന്റെ തിളക്കം പോലും ചരിത്രത്തിൽ രേഖയാ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ എപ്പോൾ പ്രത്യക്ഷമായാലും ദിഹിയത്തുൽ ഖൽബി എന്ന് പറയുന്ന സ്വഹാബിയുടെ രൂപമായിരുന്നു. മിക്കവാറും ആ രൂപത്തിൽ അവരാ. ദിഹിയത്തുൽ ഖൽബി എന്നാ പറയും. ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങനെയാ വരാ. സഹോദര, ഇൽമു കൊണ്ട് മനുഷ്യൻ ഉയർന്നാൽ, ഒരു നബിയുടെ പദവിയിലേക്ക് എത്തിയാൽ, ഒരു മൂമിനിന്റെ പദവിയിലെത്തിയാൽ, അല്ലാഹു പൊരുത്തപ്പെട്ട ഒരു മനുഷ്യനായാൽ, മലക്ക് നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും. 1,24,000 വരുന്ന നബിമാരെ കാണാൻ മലക്ക് ഇങ്ങോട്ട് വരികയാ ഉണ്ടായിട്ടുള്ളൂ. മലക്ക് അങ്ങനെയാ. അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരുടെ റൂഹും വീടേ വരുന്നവർ, അതുപോലെ തന്നെ മലായികത്തന്മാരും അവരുടെ മജ്ലിസിൽ ഹാളിറാകുന്നവർ. ഒരു നല്ല മജ്ലിസിൽ പോലും മലക്ക് വരുന്നല്ലേ. മലക്കുകൾ അങ്ങനെ തേടി നടക്കാ ദിക്റിന്റെ മജ്ലിസ്. സ്വഹീഹുൽ ബുഖാരി ഹദീസ് രേഖപ്പെടുത്തുന്നു. മലക്കുകൾ ഇങ്ങനെ ദിക്റിന്റെ മജ്ലിസ് തേടി നടക്കും. ആര് ദിക്റില്ലെന്നത്? ആലിമല്ല, സാധാരണക്കാരൻ. ആ മലക്കുകളുടെ നടത്തം, അവരുടെ അന്വേഷണം മഗ്രിബിന് ശേഷം സയ്യിദുനാ റസൂലുള്ളാഹി. എന്നിട്ട് ഒരു ദിക്റിന്റെ മജ്ലിസ് കണ്ടാൽ അവരവിടെ കൂടും. ഹബീബ് പറയുന്നുണ്ട്, ഒരു മലക്കിന്റെ മുകളിൽ മറ്റേ മലക്ക്. തേനീച്ച കൂട് കണ്ടിട്ടില്ലേ? ആരും കൈ തൊടാത്ത അറ്റത്ത് ഒരു പാലം, പുഴയുടെ അടിയിലൂടെ നമ്മളൊരു യാത്ര നടത്തിയാൽ ചിലപ്പോൾ കാണാം പാലത്തിന്റെ മുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തേനീച്ചക്കൂട്. വലിയ വലിയ ഫ്ളാറ്റിൽ ആരും കൈ തൊടാത്തിടത്ത് വലിയ തേനീച്ചക്കൂടുകൾ. തേനീച്ചയുടെ മുകളിൽ മറ്റൊരു തേനീച്ച അട്ടിയിടുന്ന പോലെ മഹാന്മാരായ മലക്കുകൾ അട്ടിയായി വന്നിരിക്കും. എവിടെ നിന്ന്? ഭൂമിയിൽ നിന്നും തുടങ്ങിയാൽ ആ അട്ടിയുടെ അറ്റം ഒന്നാം ആകാശം വരെ സയ്യിദുനാ റസൂലുള്ളാഹി ഹദീസിലുള്ളതാ, റസൂലുള്ളാഹി പറഞ്ഞതാ. എവിടെയുണ്ട്? ഖദ് ഇത്തഫഖ അഇമ്മത്തുനാ അലാ അന്ന അസ്ഹൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. ഇമാം ബുഖാരിയുടെ സ്വഹീഹിലുണ്ട്. അപ്പൊ മലക്കുകൾ ഒരു ആലിമിനെ, ഒരു നബിയെ, ഒരു വലിയനെ സമീപിക്കും. മലക്ക് ഖാദിമാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മലക്കുകൾ അതിനുള്ളതാണ്. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ ഇഷ്ടപ്പെടണേന്ന് അല്ലാഹ് ആദ്യം പറയുന്നത് മലക്കിനോടാ. അത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഒന്നാം ആകാശത്തിൽ വെച്ച് പറയും. സർവ്വ മലക്കുകൾ അത് ഏറ്റെടുക്കും. എന്നിട്ട് ആ മലക്കുകൾ മുഖേന ഇഷ്ടം ഭൂമിയിലേക്ക് അറിയിക്കും. അപ്പൊ സർവ്വ മൂമിനീങ്ങളും ആ മൂമിനായ മനുഷ്യൻ അല്ലാഹ് ഇഷ്ടപ്പെട്ട ആളെ ഇഷ്ടപ്പെടും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കത്തിൽ അറിവിന്റെ മാനദണ്ഡം കൊണ്ട് ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു മഹാനാക്കി. മലക്കുകളുടെ ഉസ്താദ് പോലും ഭയന്നത് അറിവുള്ള മനുഷ്യനെയല്ലേ. ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് ഉണ്ടല്ലോ, മിൻഹാജുൽ മുതഅല്ലിമീൻ എന്ന കിതാബ് രേഖപ്പെടുത്തുന്നു, നൗമുൽ ആലിമി മിൻ ഖൈറും മിൻ ഇബാദത്തിൽ ജാഹിലി. ഒരു ജാഹിലായ മനുഷ്യൻ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും ഖൈറ് ഒരു ആലിം കിടന്നുറങ്ങുന്നതാ. ആലിമിന്റെ ഉറക്കത്തിന് പല ലക്ഷ്യങ്ങളും ഉണ്ടാവും. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വിരുന്നിന് ചെല്ലാം. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മദ്ഹബിന്റെ ഇമാമല്ലേ, വലിയ മഹാനല്ലേ. മോളോട് പറഞ്ഞു, മോളെ, ഇന്നെന്റെ ഉസ്താദ്, ഈ പ്രപഞ്ചം കണ്ട മഹാപണ്ഡിതൻ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എന്റെ വീട്ടിൽ, നമ്മുടെ വീട്ടിൽ വിരുന്നിന് വരാം.
അപ്പൊ മഹാനവറുകൾക്ക് വേണ്ട സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കും. മകൾ, വാപ്പയുടെ മഹത്വം അറിയാവുന്ന മകള്, ആ വാപ്പയുടെ പ്രധാന ഗുരു ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ വരവേൽക്കാൻ വേണ്ടി വീട് ഒരുക്കി. ചരിത്രത്തിൽ കാണാം, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു വന്നു, ഇശാ നിസ്കരിച്ചു, മഹാനവറുകൾ കയറി അങ്ങ് കിടന്നു. എന്നിട്ടോ ഈ മോള് സുബഹി വരെ നോക്കി നിന്നു. പ്രിയപ്പെട്ട പിതാവ്, ലോകം കണ്ട മഹാൻ അഹ്മദ് ബിൻ ഹംബലിന്റെ മഹാനായ ഗുരുനാഥൻ ഇശ നിസ്കരിച്ചിട്ട്, സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ട് വേഗം അങ്ങ് കയറി കിടന്നു. ഭക്ഷണമൊന്നും കഴിച്ചില്ല. സുബഹി വരെ തഹജ്ജുദിന് ഇപ്പൊ എണീക്കുമെന്ന് ഓർത്തു, എണീറ്റതേ ഇല്ല. സുബഹിയായപ്പോൾ ഒളു പോലും എടുക്കാതെ പോയി നിസ്കരിച്ചിരിക്കുന്നു. ഈ മോൾക്ക് ദേഷ്യായി. എന്റെ വാപ്പ ഇതിലൊക്കെ എത്രയോ ഭേദം. ഇശാ നിസ്കരിച്ചിട്ട്, അത്യാവശ്യം നിസ്കരിക്കാനുള്ളൊക്കെ നിസ്കരിച്ചിട്ട് ദേ പോയി കിടന്നു ഉറങ്ങിയേക്കണു. സുബഹിക്ക് മുമ്പ് തഹജ്ജുദിന് എണീക്കുന്ന ഓർത്ത് എണീറ്റതുമില്ല. എന്നിട്ടോ സുബഹി ഒളു എടുക്കാതെ നിസ്കരിച്ചിരിക്കുന്നു. അത് വളരെ മോശമായി പോയില്ല. നമ്മൾ വിലയിരുത്തുന്ന പോലെ വിലയിരുത്തി. നമ്മളങ്ങനെയാണല്ലോ. നമുക്കെല്ലാ ഹോമിയോ ഗുളിയോ ഒരുപോലെ ഇരിക്കാം. അത് എല്ലാം മധുരമുള്ളതൊക്കെ വെളുത്തത്, ആ കുപ്പിയൊക്കെ ഏതാണ്ട് ഒരുപോലെയാണ്. പക്ഷെ അതിന്റെ ഗുണം എന്താ നമുക്കറിയില്ലല്ലോ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോൾ ഈ മോളുടെ മനസ്സിൽ ഇങ്ങനെ അതിന്റെ ഒരു മേഘം മൂടിയിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയുടെ അവസ്ഥ. അഹ്മദ് ബിൻ ഹംബലിനെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയ ശിഷ്യനോട് പറഞ്ഞു, ഇന്നലത്തെ രാത്രിയായിരുന്നു എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇന്നലെ എന്റെ ഒറ്റ രാത്രിയിൽ 100 ആയത്തുകൾ കൊണ്ട് എനിക്ക് ഇജ്തിഹാദ് ചെയ്ത് 100 മസ്അല കണ്ടുപിടിക്കാൻ പറ്റി. ഞാനിങ്ങനെ കണ്ണടച്ച് കിടന്നപ്പോ 100 മസ്അല കണ്ടുപിടിക്കാൻ അള്ളാഹുവിന്റെ ഖുർആനിലെ 100 ആയത്തുകൾ എനിക്ക് മനനം ചെയ്യാൻ കഴിഞ്ഞ രാവ്. അതിനർത്ഥം എന്താ? ഇന്നലെ രാവ് ഇശ കഴിഞ്ഞാൽ സുബഹി വരെ എന്റെ മനസ്സിൽ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ചിന്തിക്കലായിരുന്നു. ഞാൻ അതിൽ നിന്നും 100 മസ്അല കണ്ടെത്തി മോനെ. അപ്പൊ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാത്ത ആളുടെ ഒളു മുറിയില്ല. ഒളുവോടുകൂടെ ഖുർആനിനെ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ച് സുബഹി വരെ ആ ആൾക്ക് ഒളുണ്ട്. ഒളുവോടുകൂടെ ഖുർആനിനെ സുബഹി വരെ മനസ്സുകൊണ്ട് ഏകാഗ്രതയിൽ കൊണ്ട് നടക്കാൻ കഴിഞ്ഞ ആ മഹാപണ്ഡിതൻ. എന്നിട്ടോ എഴുന്നേറ്റ് വന്നു, തുടർന്നു. ആ ഇബാദത്തിന്റെ തലത്തിൽ തന്നെ വീണ്ടും തുടർന്നു. മഹാനവറുകൾ സുബഹി നിസ്കരിച്ചു. ആ പൊന്നുമോളുടെ മനസ്സിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണയൊക്കെ മാറി. ഒരു ആലിമിന്റെ വീട്ടിൽ കിട്ടിയ ഒരു അറ്റ്മോസ്ഫിയർ, ഇൽമിന്റെ വഴിയിൽ മറ്റൊരു ആലിമിന് അത് ഏറെ ഗുണകരമായി എന്ന് സന്തോഷമായി പറഞ്ഞത്. ആലിമിന്റെ ഉറക്കം എന്നത് മഹാനായ ശംസുൽ ഉലമയുടെ ചരിത്രത്തിൽ കാണാം. മഹാനവറുകൾ സുബഹി നിസ്കാരത്തിന്റെ മുന്നേ സൂറത്തുൽ അൻആമും അഅ്റാഫും അൻഫാലും ഓതുമായിരുന്നു. അത് പതിവായിരുന്നു. സുബഹി നിസ്കാരത്തിന്റെ മുമ്പ് തഹജ്ജുദ് കഴിഞ്ഞാൽ ശംസുൽ ഉലമയുടെ വിറുദുകളിൽ പെട്ടതായിരുന്നു ഇത്. ആലിമിന്റെ ഉറക്കം എങ്ങനെ? അല്ലാഹുവേ, മഹാന്മാരായ ആലിമീങ്ങൾ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു മഹാനവറുകളും കിടന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ മഹാനവറുകളുടെ ജീവിതത്തിലും ചരിത്രം കാണാം. സുബഹി വരെ കിടന്നിട്ടുണ്ടാവും, പക്ഷെ ഇൽമ് ചിന്തിക്കുമായിരുന്നു, ഖുർആൻ ചിന്തിക്കുമായിരുന്നു. ഖുർആനിനെ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും വേഗത്തിൽ മനനം ചെയ്യുന്ന ആളായിരുന്നു സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ഒട്ടകത്തിന്റെ അടുക്കിലേക്ക് നടന്നു പോവാണെങ്കിൽ ഒരു ചവിട്ടടിക്ക് ഉള്ളിൽ ഖുർആൻ അൽ ഫാത്തിഹ മുതൽ അന്നാസ് വരെയുള്ള അധ്യായങ്ങളെ മനസ്സുകൊണ്ട് കണക്കുകൂട്ടാൻ കഴിയുമായിരുന്നു. അത്ര വലിയ ഖുർആനിക പണ്ഡിതനായിരുന്നു. ആലിമിന്റെ ഉറക്കത്തെ വിലയിരുത്താൻ കഴിയില്ല. ഹബീബ് പഠിപ്പിച്ചു, നൗമുൽ ആലിമി ഖൈറും മിൻ ഇബാദത്തിൽ ജാഹിലി. ഒരു ജാഹിലായ മനുഷ്യന്റെ ഇബാദത്തിനേക്കാളും ആലിം ഉറങ്ങിയാൽ മതി. ഈ ഹദീസ് പറയാനുള്ള പശ്ചാത്തലം നോക്കിക്കോളൂ. ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ പള്ളിയിലേക്ക് കടന്നു വരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴുണ്ട് പള്ളിവാതിൽക്കൽ ഇബ്ലീസ് നിൽക്കുന്നു. ഇബ്ലീസിനോട് ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി? നീ എന്താ അവിടെ നിൽക്കുന്നത്? നബിയെ, പള്ളിയിൽ ഒരാൾ നിസ്കരിക്കണ്ട്, അപ്പൊ അവനെ ശരിയാക്കാൻ വേണ്ടി വന്നിരിക്കണേ. പള്ളിയിൽ നിസ്കരിക്കുന്ന ആളെ ശരിയാക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന പോലെ ഇബ്ലീസ് പറഞ്ഞു, ഉരീദു അൻ അദ്ഖുലൽ മസ്ജിദ വഉസിദ സ്വലാത ഹാദൽ മുസല്ലി. ആ നിസ്കാരക്കാരന്റെ നിസ്കാരത്തെ ഫസാദാക്കാൻ വേണ്ടിയാ ഞാൻ ഈ പള്ളിയിലേക്ക് വന്നത്. വലാകിൻ അഖാഫു മിൻ ഹാദർ റജുലിൻ നായിമി. പക്ഷെ അവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട് പള്ളിയിൽ.
ആ ഉറങ്ങണ ആളെ എനിക്ക് പേടി. ഞാൻ ആ നിസ്കാരക്കാരനെ ശരിയാക്കാൻ വന്നതാണ്. ഹബീബ് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, മിൻഹാജുൽ മുതഅല്ലിമീൻ രേഖപ്പെടുത്തുന്നു, ലിമലം തഖഫ് മിനൽ മുസല്ലി, എന്താ നിനക്ക് നിസ്കാരക്കാരനെ പേടിയില്ലേ? ഉറങ്ങണവനെ പേടിക്കാം. വഹുവ ഫിൽ ഇബാദത്തി വൽ മുനാജാത്തി മഅ റബ്ബിഹി, അല്ലാഹുവോട് മുനാജാത്ത് സംഭാഷണം നടത്തുന്നവനല്ലേ നിസ്കാരക്കാരൻ, അവനെ നിനക്ക് എന്താ പേടിയില്ലേ? നീ എന്തിനാ ഉറങ്ങണവനെ പേടിക്കുന്നത്? വതഖാഫു മിനൻ നാഇമി വഹുവ ഫിൽ ഗഫല, ഉറക്കമെന്ന് പറഞ്ഞാൽ അതൊരു അശ്രദ്ധയുടെ അവസ്ഥയല്ലേ? അശ്രദ്ധയിലുള്ള ആളെ നിനക്ക് പേടി, എന്നാൽ റബ്ബുമായി മുനാജാത്ത് ചെയ്യുന്നവനെ പേടിയില്ല. എന്താ ഇബ്ലീസ് എങ്ങനെ പറയുന്നത്? ഇബ്ലീസ് പറഞ്ഞു, നബിയേ, അൽ മുസല്ലി ജാഹിലുൻ, ആ നിസ്കരിക്കുന്നവൻ അവൻ ആലിമല്ല, അവൻ വെറൊരു സാധാരണ വിവരമില്ലാത്ത ആളാ. വയുഫ്സാദുഹു അസ്ഹലു, അതെനിക്ക് എപ്പോഴെങ്കിലും സാധിക്കുന്നു. അവനെ ഫസാദാക്ക എന്നത് എനിക്ക് എപ്പോൾ വേണമെങ്കിലും സാധ്യമാ. വലാകിൻ നായിം, എങ്കിലും ആ കിടന്നുറങ്ങുന്നവൻ ആലിമുൻ, അവൻ ആലിമാണ്. ഇദാ ഗവൈതുൽ മുസല്ലിയ വഅഫ്സത്തു സ്വലാതഹു, ആ നിസ്കാരക്കാരന്റെ നിസ്കാരം ഞാൻ ഫസാദാക്കുന്നതെങ്ങാനും അവൻ അറിഞ്ഞാൽ, ആലിം അറിഞ്ഞാൽ, ആലിമിന് പെട്ടെന്ന് അറിയാൻ കഴിയും. ആലിമിന് പെട്ടെന്നറിയാൻ കഴിയും. കണ്ണിനുറക്കം ഉണ്ട് എന്നാൽ തന്നെയും ഖൽബിനുറക്കം ഇല്ല എന്നാൽ തീരെയും. ഹബീബായ നബിയുടെ 10 പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തെ ഏറ്റവും വലിയ ആലിമിന്റെ കണ്ണ് ഉറങ്ങിയാലും ഖൽബ് ഉറങ്ങൂല. പുന്നാര നബിയോട് പറയാണ് ഇബ്ലീസ്, ഞാൻ ഈ നിസ്കാരക്കാരന്റെ നിസ്കാരം ഫസാദാക്കുന്നതെങ്ങാനും ആ ആലിം അറിഞ്ഞാൽ, അവൻ എഴുന്നേറ്റ് വന്നാൽ അഖാഫു മിൻ യഖ്ളതിഹി വ ഇസ്ലാഹിഹി അജ്ല, പെട്ടെന്ന് തന്നെ ആ നിസ്കാരം ശരിയാക്കി കൊടുക്കും. അത് തെറ്റാടാന്ന് ഇങ്ങനെ നിസ്കരിച്ച് വേഗം ഒന്നുകൂടി നിസ്കരിക്കുക എന്ന് പറഞ്ഞ് ആലിം ആ നിസ്കാരത്തിന് കാവൽ നിൽക്കും. അതുകൊണ്ട് ഞാനിപ്പോ വെറുതെ ഒരു പാഴ്പണി എടുക്കണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ നബിയെ. അപ്പോഴാ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നൗമുൽ ആലിമി ഖൈറു മിൻ ഇബാദത്തിൽ ജാഹിൽ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമിനെ സ്നേഹിച്ച്, ഇൽമിന്റെ അഹ്ലുകാരെ സ്നേഹിച്ച്, ഇൽമിന്റെ കലാലയങ്ങളെ സ്നേഹിച്ച് മുന്നോട്ട് നമുക്ക് പോകണം. നമ്മുടെ ബറക്കത്ത് മുഴുവനും അതാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, ഞാൻ ഒരു ഇൽമ് പഠിപ്പിക്കുന്നവനാ, ഞാൻ ഒരു മുഅല്ലിമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യം അങ്ങനെയായിരുന്നു. ഇൽമിനെയും ഇൽമിന്റെ അഹ്ലുകാരെയും സ്നേഹിച്ച്, ഇൽമിന്റെ കലാലയങ്ങൾ നട്ടുപിടിപ്പിച്ച്, അതിന് വെള്ളവും വളവും ചെയ്ത് സമൂഹത്തിന്, സമുദായത്തിന്, ലോകത്തിന് തന്നെ പ്രഭ വരുത്തുന്ന വിധത്തിൽ നമ്മുടെ പള്ളികളോട് ചേർന്ന് പള്ളി ദർസുകളും മദ്രസകളും മഹാന്മാരായ പൂർവികർ പഠിപ്പിച്ചു തന്ന് നമ്മൾ യഥേഷ്ടം മുന്നോട്ട് സഞ്ചരിച്ച പാതയിൽ തന്നെ തുടരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 3 സ്വലാത്ത് ചൊല്ലുക. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കബൂലാക്ക് അല്ലാഹ്. റഹ്മാനെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട് അല്ലാഹ്, പരിപൂർണമായ ആഫിയത്ത് നൽകണേ അല്ലാഹ്. വിദേശത്തുള്ള ഒരു സഹോദരൻ ക്യാൻസർ ആണ്, അതിന്റെ ചികിത്സയുമായി കുറെ നാളുകളായി. അല്ലാഹുവേ, നീ ശിഫ നൽകണേ അല്ലാഹ്. ചെയ്യുന്ന ചികിത്സകളെല്ലാം റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും ആശുപത്രികളിലുണ്ട്. റഹ്മാനെ, നീ ശിഫ നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ രോഗശമനം നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകുക അല്ലാഹ്, ദീർഘായുസ്സ് നൽകുക അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ഞങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നീ തന്നിട്ടുണ്ട്, നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരുണ്ട് റബ്ബേ, വിദേശത്തും നാട്ടിലും ജോലി തേടുന്നവരുണ്ട് അല്ലാഹ്.
നീ അർഹമായ നല്ല രീതിയിലുള്ള വരുമാനമുള്ള ജോലി എത്തിച്ചു കൊടുക്കുക അല്ലാ. പഠിച്ച മക്കളുണ്ട്, പഠിച്ചതിനനുസരിച്ചുള്ള ജോലി എത്തിക്കണേ അല്ലാ. കടബാധ്യത വീട്ടിത്തരണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഇൽമിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഇൽമ് പഠിക്കുന്ന മക്കൾ, അല്ലാഹുവെ പഠിപ്പിക്കുന്നവർ എല്ലാവർക്കും ഇൽമിന്റെ വെളിച്ചം നൽകണേ അല്ലാ. ഇൽമിനെ സഹായിക്കുന്നവർക്ക് ഇൽമിന്റെ സഹായം നീ എത്തിക്കണേ അല്ലാ. നീ ആദരിച്ചവരിൽ ചേരാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. മരിച്ചുപോയവരുടെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും മാപ്പാക്കണേ അല്ലാ. ربنا ارحمهم كما ربونا صغارا دعواهم فيها سبحانك اللهم وتحيتهم فيها السلام وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.